ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് വേറെ പോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ പോലെ നമ്മളെല്ലാവരും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് പുറത്തോട്ട് പോകാനൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയങ്ങളാണ്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളെ കേരള പോലീസ് ഒരു പാസ് കൊണ്ടുവന്നായിരുന്നു. അതായത് നമുക്ക് അപ്പുറത്തോട്ടോ ഇല്ലെങ്കിൽ ഇപ്പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ, ഇല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പുറമൊക്കെ പോകണമെങ്കിൽ നമുക്ക് പാസ് വേണം. ഒന്നെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഞാൻ പരിചയപ്പെടുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കേരള പോലീസിൻ്റെ ഡോമിൽ നിന്ന് വരുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% ട്രസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സമയങ്ങളിൽ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, അജയ് ഹിയർ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാവൽ പാസ് എന്നാണ്. അപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യത്തിന് നിങ്ങൾ ആരും പോകാതിരിക്കുക. ആവശ്യത്തിന് മാത്രം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം നിങ്ങൾ പോകാതിരിക്കുക. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് റീസൺസ് ഉണ്ട്. അതായത് ആ ഒരു റീസണിൽ നിങ്ങൾ പെടുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പാസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഞാൻ ഈ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ നിങ്ങൾ പേര് കൊടുക്കുക, നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ പാസഞ്ചർ, അതായത് നിങ്ങളുടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ പാസഞ്ചറിൻ്റെ പേര് കൊടുക്കുക, എത്ര പാസഞ്ചർ വരുമെന്ന്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ട്രാവൽ, എപ്പോഴാണ് പോകുന്നത്, അതുപോലെ തന്നെ എവിടെ തൊട്ടാണ് പോകുന്നതെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ വെഹിക്കിൾ ടൈപ്പ് കൊടുക്കുക, ഫോർ വീലറാണോ 2 വീലറാണോ എന്നൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് നെയിം കൊടുക്കുക, അതായത് ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് കൊടുക്കുക. ട്രാവൽ ഫ്രം എവിടെ തൊട്ടാണ് എവിടെ വരെയാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ സെലക്ട് റീസൺ, ഞാൻ പറഞ്ഞു ഇത്ര റീസണുള്ള ആളുകൾക്ക് മാത്രമാണ് പോകാൻ പറ്റുന്നത്. അതായത് മെഡിക്കൽ എമർജൻസി, എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഡെത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂണറൽ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കും. ജോയിനിങ് ദ ഫാമിലി ആഫ്റ്റർ ബീയിങ് സ്റ്റാൻഡേർഡ് ഡ്യൂ ടു ദ ലോക്ക്ഡൗൺ കാരണം പെട്ടുപോയ ആളുകൾക്ക് അവർ തിരിച്ച് ഫാമിലിയിലേക്ക് പോകാനുള്ള റീസണാണിത്. അതുപോലെ തന്നെ ഫാമിലിനെ തിരിച്ച് ലോക്ക്ഡൗണിൽ നിന്ന് കൊണ്ടുവരാനുള്ള പുതിയൊരു റീസണാണ്. പിന്നെ റീജോയിനിങ് ദ വർക്ക്, അതായത് നമ്മൾ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് വർക്കിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പാസും കൂടെയാണ്. പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റിനെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ മാരേജ്, ഇത്രയുമാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വേറെ എല്ലാം കളറിസം പറയേണ്ടി വരും. നമ്മൾ കേരള പോലീസിന് നമ്മൾ തന്നെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കേരള പോലീസിന് നമ്മൾ തന്നെ പറ്റിക്കുന്ന ശരിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ ശ്രമിക്കാം. ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ മെഡിക്കൽ എമർജൻസി കൊടുക്കുക. അതുപോലെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. പിന്നെ പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ കൊടുക്കുക. അതുപോലെ ഡെസ്റ്റിനേഷൻ ഓഫ് പോലീസ് സ്റ്റേഷൻ, സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, ഏതാണ് ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫയൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ കൊടുക്കാം. അതായത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, ഞാൻ ഉദ്ദേശിച്ചത് ഡ്രൈവ് ലൈസൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് ഓപ്ഷനിൽ മാത്രമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങളങ്ങനെ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു OTP ഇല്ലെങ്കിൽ നിങ്ങളങ്ങനെ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് ഇവർ അയച്ചു തരികയും ചെയ്യും. ആ അയച്ചു തരുന്ന പാസ് നിങ്ങൾ പോലീസ് അഥവാ അബദ്ധവശാൽ പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം കാണിച്ചാൽ മതി. എന്തായാലും നമ്മളൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അപ്പുറത്തെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ നേരത്തെ എന്തായാലും പോലീസ് ചെക്കിങ് കാണും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഫോർമാറ്റ് വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അത് ഇതാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഡൗൺലോഡ് ഞാൻ കാണിക്കും. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ കോപ്പി, അതായത് PDF ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ ട്രാവൽ പാസിൻ്റെ ഫോർമാറ്റ് എങ്ങനെ ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു റെഫറൽ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നാളെ 5 മണിക്കാണെന്നായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.